ഈ യോഗത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷായെ പുറത്താക്കുവാൻ തയ്യാറാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ജയ് ഭീം, ജയ് ഭാരത്. അടുത്തായിട്ട് ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുന്നത് IDFന്റെ ആരാധനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഷൺമുഖൻ അവറുകളാണ്. യോഗം ഉദ്ഘാടനം ചെയ്ത SRPയുടെ ജനറൽ ശ്രീ AK സജീവ്, വിവിധ സംഘടനാ നേതാക്കളെ, ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത വിവിധ സംഘടനാ പ്രവർത്തകർ, ഇന്ന് രാജ്യവ്യാപകമായി ഇന്ത്യയിലെ അടുത്തിട്ടുകാർ ഉൾപ്പെടെ ഇത് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന്റെ സാഹചര്യങ്ങളെ കുറിച്ച് എനിക്ക് സംസാരിച്ച ഉദ്ഘാടന അധ്യക്ഷൻ സൂചിപ്പിക്കുന്നത്, ഇന്ത്യയിൽ മനുസ്മൃതിയാണ് വിശിഷ്ടമെന്ന് പറയുന്ന സർവസ്വരുടെ പിൻതലമുറക്കാർ അവർ പുതിയ ഭാഷ രചിച്ചിരിക്കുകയാണ്. 1949 ഡിസംബർ മാസം 12-ാം തീയതി ആയിരുന്നു ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ ഹിന്ദു കോഡ് ബില്ല്, അംബേദ്കർ കൊണ്ടുവന്ന ഹിന്ദു കോഡ് ബില്ല് കത്തിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾ അംബേദ്കറിന്റെ ചിന്തകളെ, അംബേദ്കറിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ തുടങ്ങിയത്. 1949 ഡിസംബർ മാസം 12-ന് തുടങ്ങിയ അവരുടെ ചിന്തകളും പ്രവർത്തികളും ഇപ്പോഴും അനുസരിച്ച് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പാർലമെന്റിൽ അതിൻ്റെയും കടന്നു വരുന്നു. ഇന്നലെ വരെ അംബേദ്കർ തത്വശാസ്ത്രങ്ങളെ തള്ളിപ്പറഞ്ഞവർ, അത് ഇന്ത്യയിൽ വിലപ്പോവില്ല എന്ന് പറഞ്ഞവർ, ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസും അംബേദ്കറെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും പരമ്പരാഗതമായി ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾ അംബേദ്കറുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം എന്നാരംഭിച്ചു അന്ന് മുതൽ ശക്തമായി തിരിച്ചടിക്കാനും ആശയപരമായി അവനെ പ്രചരിപ്പിക്കാനും ഇന്ത്യയിലെ ജനസമൂഹം അന്ന് നിന്നും മുന്നിലുണ്ട്. അത്തരത്തിൽ തന്നെ ഇന്ന് ഇന്ത്യയിലുണ്ടായ അംബേദ്കറെ അവഹേളിച്ച സമയങ്ങളിൽ ഇരിക്കുമ്പോൾ സംസാരിച്ചവരെ വിശദീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് അത്തരത്തിലുള്ള അപമാനം നടത്തിയ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യയിലെ മുഴുവൻ ദളിത് ജനതയും ഐക്യപ്പെടുന്നത്. അത്തരത്തിലുള്ള ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് SRPS നടത്തിയ ഈ സമരത്തിന് മുഴുവൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും തുടർന്നു വരുന്ന എല്ലാ സമരങ്ങളിലും കേരളത്തിലെ മുഴുവൻ ഭാഗങ്ങളിൽ ഇന്ത്യൻ ജനതാ ഫെഡറേഷൻ ഉണ്ടാകുമെന്ന് മാത്രം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞാനൊരു വാക്ക് അവസാനിപ്പിക്കുന്നത് ജയ് ഭീം, ജയ് കർഷകർ. അടുത്തായിട്ട് ഈ യോഗത്തെ സംബോധന ചെയ്യുന്നത് ACSSന്റെ ആരാധനായ നേതാവ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അറുപത്തമാണ്. അദ്ദേഹത്തെ സ്വാഗതം. യോഗത്തിന്റെ അധ്യക്ഷൻ പോലെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ ഇന്ന് രാജ്യമാകെ പ്രതിഷേധത്തിൽ കടത്തൽ വരെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യയുടെ ഭരണഘടന ശില്പിയായ ഡോക്ടർ BR അംബേദ്കറെ വിശ്വസിക്കുന്ന ദളിത് ജനതയെ ഒന്നിച്ച് കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് നമ്മുടെ പാർലമെന്റിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അംബേദ്കർ എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് വല്ലതും കിട്ടപ്പോരുണ്ടാകുമോ എന്ന ചോദ്യത്തിന്റെ മറുപടി അദ്ദേഹം ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ന് ഇന്ത്യൻ പാർലമെന്റ്, ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് RSSന്റെ കൂടെ നിൽക്കുന്ന BJPയുമാണ്. ഞങ്ങൾ ദൈവങ്ങളെ വെച്ചാണ് ഭരണം നടത്തുന്നത്, അല്ലാതെ അംബേദ്കറിന്റെ ആശയമോ ഇന്ത്യൻ ഭരണഘടനയോ വെച്ചുകൊണ്ടല്ല
എന്നതാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. നിങ്ങൾ ഇവിടെ കിടന്ന് അംബേദ്കർ അംബേദ്കർ എന്ന് വിളിച്ചാൽ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടെ ദൈവങ്ങളാണ് നടത്തുന്നത്. അംബേദ്കറിന്റെ ഭരണഘടനയോ അംബേദ്കറിന്റെ ആശയങ്ങളോ ഒന്നുമല്ലെന്നാണ് അവിടെ അമിത്ഷാ പറഞ്ഞത്. അപ്പോൾ ഈ ജനാധിപത്യ രാജ്യത്തിൽ ജനാധിപത്യ വിശ്വാസികളെ അടിച്ചമർത്തുവാനും കടന്നാക്രമണം ചെയ്യുന്ന ഈ അമിത്ഷായ്ക്ക് ഒരു നിമിഷം പോലും ആ തത്സ്ഥാനത്ത് തുടരുവാൻ അവകാശം പറ്റും. അദ്ദേഹം ഭരണഘടന വിരുദ്ധമായും ഭരണഘടന ശില്പിയെ അപമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധ രാജിവെച്ച് പോകണം. എന്നാൽ അദ്ദേഹം രാജിവെച്ച് പോകത്തില്ല. അദ്ദേഹം രാജിവെച്ച് പോയില്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടണം. പക്ഷേ ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി രാജി ആവശ്യപ്പെടാൻ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ രാജികത്ത് കൈകൊടുത്ത് അമിത്ഷാ കൂട്ടരും പറഞ്ഞു വിടും. അതുകൊണ്ട് ഒരിക്കലും പ്രധാനമന്ത്രി രാജി ആവശ്യപ്പെടത്തില്ല. അംബേദ്കർ അമിത്ഷാ സ്വമേധ വെച്ച് തന്നെ പിന്മാറി പോകേണ്ടതാണ്. ഇല്ലെങ്കിൽ ഈ രാജ്യത്ത് ഇന്ന് നടക്കുന്ന പ്രക്ഷോഭങ്ങൾ പ്രതിഷേധങ്ങൾ ഇതിലും ശക്തമായി ഏതാണ്ട് 70% വരുന്ന ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ എല്ലാ ജനങ്ങളും ഒന്നിച്ച് അംബേദ്കറിനെ അപമാനിച്ചതിനെതിരെ ശക്തമായ പോരാട്ടം നടക്കും എന്നതിന്റെ ഒരു തെളിവുകളാണ് ഇന്ന് ഇന്ത്യയിലുള്ള 28 സംസ്ഥാനങ്ങളിൽ നടന്നു വരുന്നത്. ഭരണഘടനയെ ആക്ഷേപിക്കുകയും ശില്പിയെ ആക്ഷേപിക്കുകയും ദളിത് ജനങ്ങളെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഈ രാജ്യത്ത് ഇന്നും ഇന്നലെയല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച നാൾ മുതൽ ഈ നാൾ വരെ ഈ സമൂഹത്തോട് കാണിക്കുന്ന അനീതിയും അക്രമവും ഏതാണ്ട് 21-ാം നൂറ്റാണ്ടിൽ അംബേദ്കറിന്റെ പേരിൽ മുന്നോട്ട് വരുമെന്ന ഒരു ചിന്താഗതിയിലുള്ള വ്യക്തികൾക്ക് ലഭിക്കുന്ന ഒരു മറുപടിയാണ് 20-ാം നൂറ്റാണ്ടിൽ ദളിത് ജനങ്ങളെയും ഇന്ത്യൻ സമൂഹത്തിനെയും മതത്തിന്റെയും ദൈവത്തിന്റെയും പേരിൽ പറഞ്ഞ ആട്ടി അമർത്തിച്ചു വെച്ച അവർക്കുള്ള മറുപടിയാണ് ഈ 21-ാം നൂറ്റാണ്ടിൽ അംബേദ്കർ 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 എന്ന് ഇന്ത്യ മൊത്തം പറയത്തക്കതിൽ മാറ്റം വന്നു. ഇന്ന് അംബേദ്കറെ തള്ളിപ്പറഞ്ഞവരും അംബേദ്കറിന്റെ അംബേദ്കറിന്റെ ആശയങ്ങളെ തള്ളിപ്പറഞ്ഞവരും അംബേദ്കറെ വിമർശിച്ചവരും ഭരണഘടനയെ കുറ്റം പറഞ്ഞ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംബേദ്കറാണ് ശരി, അംബേദ്കറിന്റെ ഭരണഘടനയാണ് ശരി, അംബേദ്കറാണ് ശരി എന്നൊരു മാറ്റം എന്ന് വിളിച്ചു പോകത്തേക്ക് വന്നിട്ടുണ്ട്. ഇതോടെ അവസാനിക്കത്തില്ല. സംഘപരിവാർ ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ അംബേദ്കറിനെ അനുകരിക്കുകയും അംബേദ്കറിനെ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനി മുമ്പോട്ടുള്ളത്. അതിന്റെ തെളിവാണ് ഇന്ന് പാർലമെന്റിൽ അംബേദ്കറിന്റെ ചിത്രം വെച്ചുകൊണ്ട് ഏതാണ്ട് 250 പരം എംപിമാരെല്ലാം കൂടി അംബേദ്കറിന്റെ ചിത്രം വെച്ചുകൊണ്ട് സമര പോരാട്ടത്തിൽ പാർലമെന്റ് നടന്നിരിക്കുകയാണ്. പാർലമെന്റ് മാത്രമല്ല, പാർലമെന്റിന് പുറത്തും രാജ്യമെമ്പാടും അംബേദ്കറിന്റെ ചിത്രങ്ങളും പ്രതിഷേധങ്ങളും ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സൂചന മാത്രം. ഇതിൽ നിന്നും ഭരണകർത്താക്കൾ ഭേദഗതി വരുത്തി പറഞ്ഞ വാക്കുകൾക്ക് ഈ രാജ്യത്തോടും ഈ ജനത്തോടും ക്ഷമ പറഞ്ഞ് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഈ രാജ്യം ഇനി ഒരു തട്ടിപ്പടരുന്ന രീതിയിലുള്ള സമര പോരാട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇതിൽ നിന്നുകൊണ്ട് അറിയിക്കാനുള്ളത്. തുടർന്നുള്ള എല്ലാ സമരത്തിനും പോരാട്ടത്തിനും ACSന്റെ പിന്തുണയും ACSന്റെ പങ്കാളിത്തം ഉണ്ടാകും എന്നതിൽ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഭീം. അടുത്തതായിട്ട് ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുന്നത് വണ്ണാർ സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് പൊന്നായി മോഹൻ അവരുടെ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ അയ്യാർ സദാനന്ദൻ, യോഗത്തിന്റെ ഉദ്ഘാടനം ശ്രീ K. സജീവ്, ഇവിടെ എത്തിയിട്ടുള്ള വിവിധ ദളിത് സമുദായ നേതാക്കന്മാർ, ഞാൻ പൊന്നായി മോഹൻ അഖില കേരള വണ്ണാർ സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഭരണം, രാജ്യാധികാരം മഴവാദികളായ സവർണവാദികളായ ബ്രാഹ്മണ്യത്തിന്റെ ശക്തികളായ RSSന്റെ നേതൃത്വത്തിലുള്ള BJPയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും കയ്യിൽ അമർന്നിരിക്കുന്നതായി നമുക്കെല്ലാം അറിയാം. അടുത്ത കാലത്തായി ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ദളിത് പിന്നോക്കക്കാരുടെ അവകാശങ്ങൾ ഓരോന്നായി കവർന്നെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നലെ
ഇന്ത്യൻ ജനകോടികളെ വെല്ലുവിളിക്കുന്ന തരത്തിൽ അംബേദ്കറെ അവഹേളിക്കുന്ന ഒരു